വി ഡി സതീശനെടുത്ത നിലപാട് പൂർണ്ണമായി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശക്തമായ നിലപാടാണ് അതെടുത്തത്. അങ്ങനെ ഒരു നേതാവും കേരളത്തിൽ എടുത്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് എന്താ കാര്യമുണ്ടെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത്ര കുറച്ചൊരു തൻ്റെ ഇടം വേണമല്ലോ. ആ തൻ്റെ ഇടം എടുത്തുപോയ നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ ഒറ്റ കാര്യം ഉദ്ദേശിച്ചുള്ളൂ, 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്ന് ബോധത്തോടു കൂടി ചിന്തിച്ച ഒരാൾ വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി എല്ലാവരെങ്കിലും ഈഗോയും എന്താണ് അവരൊരു താൻ പോയ്മയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ നേതാക്കന്മാരും അങ്ങനെ ചെയ്യുന്നത്. എന്തൊരു ദാക്ഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. അടൂർ പ്രകാശ് എന്താ പറയുന്നത്, AI വിഷ്വലാണോ, എന്താ AI റെക്കോർഡ് ഓഡിയോ ആണോ എന്ന് സംശയമുണ്ടെന്നാണ് പറയുന്നത്. കാരണം കേൾക്കുന്നവരെല്ലാം പൊട്ടന്മാരല്ലോ, കേരളത്തിലെ കേൾക്കുന്നവരെല്ലാവരും പൊട്ടന്മാരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തള്ളി പറയുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ പറയും. ഇപ്പോൾ വയനാട്ടിൽ അവരുടെ ഒരു മെമ്പർ മരണപ്പെട്ടു, ഒരു മെമ്പർ ആത്മഹത്യ ചെയ്തു. ഇവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണല്ലോ ആത്മഹത്യ ചെയ്തത്. അവിടെ ആ വീട്ടിലൊരു MLA കയറിപ്പോയിട്ടില്ല എന്ന്, ഒരു MLA കയറിപ്പോയിട്ടില്ല. വയനാട്ടിലെ MP, കേരളത്തിലെ ഹിന്ദിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് പ്രിയങ്ക ഗാന്ധി ഉണ്ട് വയനാട്ടിൽ, ആ വീട്ടിൽ കയറിപ്പോയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ഒറ്റ കോൺഗ്രസ്സുകാരൻ കയറിപ്പോയിട്ടില്ല എന്ന് അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞത് KPCC പ്രസിഡന്റ് നേതാക്കന്മാർ എത്ര പേര് അവിടെ കയറിപ്പോയി? വളരെ ചുരുക്കം 1 2 അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ്സുകാർ അവിടെ പോയി നിർത്തി. എന്തുകൊണ്ടാണ് MLA മാർ ആ വീട്ടിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കി. കോൺഗ്രസ് എത്തിപ്പെട്ട അവസ്ഥയാണ് പറയുന്നത്.